السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد، اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب زدنا علما نافعا، اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الأرواح ثلاث. كيف حالكم؟ بارك الله فيكم. അൽഹംദുലില്ലാ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലെസൺ 21 വായിച്ചു കഴിഞ്ഞല്ലേ? ഇൻഷാ അള്ളാ അതിൽ പറഞ്ഞ കാര്യങ്ങൾ നോട്ട്സ് എഴുതിയതിന് ശേഷം നമുക്ക് തെമ്പരീനെ വായിക്കാം ഇൻഷാ അള്ളാ. ബറക്കല്ലാഹു ഫീക്കും ഇൻഷാ അള്ളാ. ഉം. ലമ്മും ലമ്മ ഇത് രണ്ടുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം ലം എന്താണെന്ന് എഴുതാം അല്ലെ? ലം ഹർഫു നഫിൻ വജസ്മിൻ വഖൽബിൻ. ഹർഫു നഫിൻ വജസ്മിൻ നിഷേധിക്കുന്നു, നഫിയെ നിഷേധിക്കുന്നു. പിന്നെ ഖൽബിന്റെ മീനിങ് എഴുതണം അല്ലെ? ഫിഅൽ മുദാരിഇന് മുൻപിൽ ലം വന്നാൽ അതിന്റെ അർത്ഥം മാദിയായി മാറും. യസ്ഹബ്, ലം യസ്ഹബ് പോയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അവൻ അവൻ പോയിട്ടില്ല എന്നുള്ള മീനിങ്ങിലാണ് ലം യസ്ഹബ് ഉപയോഗിക്കുക. ഒരു ഒരു ഫിഅലിനെ നിഷേധിക്കുന്നു, പിന്നെ ഫിഅൽ മുദാരിനെ ജസ്മ ചെയ്യുന്നു, പിന്നെ അതിന്റെ മീനിങ് മുദാരിയിൽ നിന്ന് മാദിയായി മാറും. ഇത് നമുക്കറിയാം, ഫിഅൽ മുദാരിന്റെ മുന്നിൽ വന്നാൽ 3 ടൈപ്പിലാണ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. നോർമലി ഫിഅൽ മുദാരിക്ക് അറബിലുള്ള വ്യത്യാസങ്ങളിലുള്ള വ്യത്യാസം പോലെ തന്നെ. മുന്നിൽ ലം വന്നാൽ ഒന്നാമത്തെ രൂപം ലം യസ്ഹബ്, നേരത്തെ പറഞ്ഞ ഉദാഹരണം. ലം യസ്ഹബ് ആവുമ്പോൾ അലാമത്തുൽ ഇറാബ് സുക്കൂനാണ്. ഇതിനെ ഇറാബ് ചെയ്യുമ്പോൾ എങ്ങനെ പറയും? യസ്ഹബ്
فعل المضارع مجزوم بالسكون. നിങ്ങളെ സൗണ്ട് കേൾക്കണില്ല, നിങ്ങൾ പറയണ്ട്. അതെ, مجزوم بالسكون. ബാക്കി നോർമൽ. فاعله ضمير مستتر تقديره هو. ഒരു സെക്കൻഡ്. രണ്ടാമത്തെ രൂപം ലം യദ്ഹബൂ എഴുതാം അല്ലെ. ഏത് വേണമെങ്കിലും എഴുതാം. അവസാനത്തില് അലിഫ് നോൻ വാവ് നോൻ ഒക്കെ വരുന്ന യാനൂൻ. ലം യദ്ഹബൂ. അലാമത്തുൽ ഇഅ്റാബ് ഹദ്ഫുൻ. അലാമത്തുൽ ജസ്മ അല്ലെങ്കിൽ അലാമത്തുൽ ഇഅ്റാബ് ഹദ്ഫുൻ നൂൻ. فعل المضارع مجزوم بحذف النون. ബാക്കി എഴുതുന്നില്ല, ബാക്കി അറിയല്ലോ. വേണ്ട എഴുതാം. فاعله واو الجماعة. മൂന്നാമത്തത് ലം യദ്ഹബുന. ഒരു മിനിറ്റ്. فعل فاعله ومصدر. ഇനി ലമ്മ എഴുതാം. ലമ്മയുടെ വ്യത്യാസം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ലമ്മ ഓൾസോ ഉണ്ട്. ലമ്മയും ഹർഫും നഫിയൻ വജസ്മിൻ വഖൽബി. ഒന്നുകൂടി എഴുതണ്ടല്ലോ.
കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. الفرق بين لم ولما. ലമ്മയും ലമ്മും തമ്മിലുള്ള വ്യത്യാസം. ലം ഒരു ഉദാഹരണം എഴുതിയിട്ട് എഴുതാം. ലം യദ്ഹബ്. പോയിട്ടില്ല, അവൻ പോയിട്ടില്ല. ലമ്മ വന്നാൽ ഇതുവരെ. ലമ്മ യദ്ഹബ്. ഇതുവരെ പോയിട്ടില്ല എന്നുള്ള അർത്ഥം. ഭാവിയിൽ അത് ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമ്പോഴാണ് ലമ്മ യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇതിലുള്ളത്. പിന്നെ ഹദ്ഫ് ചെയ്ത ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളായിട്ട് ചില ഭാഗങ്ങൾ ഹദ്ഫ് ചെയ്ത രൂപത്തിലുള്ള ഉത്തരങ്ങള് കോൺവെർസേഷനിൽ വന്നു. ഇത് എഴുതിക്കഴിഞ്ഞാ ആ എഴുതി എഴുതി. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഹൈറായിരിക്കും. Some added notes, some extra notes. ഒന്ന് ഏതായിരുന്നു? മെയ് ആരിഫ് ഹാദാന്ന് വെച്ചപ്പോ മാത്രം പറഞ്ഞു അല്ലെ? ഉദാഹരണം. അടുത്തത് മെയ് ആരിഫ് ഹാദാ ചോദിച്ചപ്പോ ആൻസർ അന അത് മാത്രം പറഞ്ഞു. പിന്നെ ചോദ്യത്തിന്റെ ഉത്തരാണ് പിന്നെ പറയുന്നത്, ആൻസറാണ് പിന്നെ പറയുന്നത്. ഇത് ഒരു മുബ്തദ മാത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ ഖബർ മഹ്ദൂഫാണ്. അന അരിഫു ഹാസ എന്നുള്ളതാണ് അവിടെ വേണ്ടത്. ശരിക്കുള്ള വാക്യം അവിടെ വേണ്ടത് അങ്ങനെയാണ്. ഇത് ഖബർ മഹ്ദൂഫ്. ഖബർ മഹ്ദൂഫ് എന്ന് പറയും. ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ കളയപ്പെട്ട ഖബർ. അവിടെ മെൻഷൻ ചെയ്യാതിരുന്ന ഖബർ അല്ല, അവിടെ ഒരു ഖബർ ഉണ്ട്, പക്ഷെ അവിടെ മെൻഷൻ ചെയ്യാതിരുന്നതാണ്. വേറെ സെയിം ഇതിൽ വരുന്നതാണ് അറജ അൽ മുദീറു മിൻ മക്ക വിത്ത് കേസ് 1. അറജ അൽ മുദീറു മിൻ മക്ക. ആൻസർ എന്താ പറയുന്നത്?
لما. The question, the answer. ലമ്മ വന്നിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് വരും എന്ന് പറയാണ് അല്ലെ. സയർജിഉ ബഅദ യൗമൈൻ. അപ്പൊ ഈ ലമ്മ എന്നുള്ളത് ലമ്മ യർജിഅ എന്താണ് അതിന്റെ വേണ്ടിയിരുന്നത്. ഫിഅൽ മുദാരി മഹ്ദൂഫ്. ഫിഅൽ മുദാരി അവിടെ മഹ്ദൂഫ് ആയിട്ടാണ് കൊടുത്തത്. വേറെന്തെങ്കിലും എഴുതാനുണ്ടോ ഇതില്? ഇസ്മും ഫീലും തമ്മിലുള്ള ഡിഫറൻസ് ആ, ഇസ്മിന്റെ അടയാളങ്ങൾ അല്ലെ, അലാമാത്തുൽ ഇസ്മ അങ്ങനെയാണ് പറയാത്. ഇസ്മിന്റെ അടയാളം, ഫഅലിന്റെ അടയാളം. അതായത് ജെറ് ഇസ്മിന്റെ അടയാളാണ്. ജെറുണ്ടെങ്കിൽ അത് ഇസ്മാണെന്ന് മനസ്സിലാക്കാം, കാരണം ഫേലിന് ജെറില്ലല്ലോ. അതേപോലെ സുക്കൂൻ ഉണ്ടെങ്കിൽ അത് ഫിഅലാണെന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞു. അപ്പൊ അതിന്റെ എഴുതാല്ലേ. ടീച്ചർ അപ്പൊ തെൻവീനുള്ളതും ഇസ്മാന്നുള്ള അങ്ങനെ ഇതുണ്ടാ? അതെ, തൻവീനും ഇസ്മിന്റെ അടയാളം. അലാമത്തുൽ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാപ്റ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ബുക്ക് 3 പഠിക്കേണ്ടതോ സെപ്പറേറ്റ് ആയിട്ട്. അത് എഴുതണോ? ഇസ്മിനും ഫേലിനും എന്തുണ്ടാവും? കോമൺ ആയിട്ടുള്ളതാണ് റഫ്അ. പിന്നെ ഇസ്മിന് മാത്രമുള്ളതാണ് ജറ്. ഫിഅൽ മുദാരിക്ക് മാത്രമുള്ളതാണ് ജസ്മ്. ജസ്റ്റ് വേണമെങ്കിൽ അത് നോട്ട് ചെയ്തോ, ഞാനായിട്ട് എഴുതുന്നില്ല. ജുംല ഇസ്മിയ ജുംല ഫിഅലിയ എന്നുള്ളത് ചാപ്റ്ററിൽ തന്നെ അവര് എന്താ ഇങ്ങനെ ഡെഫിനിഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. സാമിൽ കെലിമ എന്താണെന്നുള്ളതൊക്കെ ചാപ്റ്ററിൽ ഇങ്ങനെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ലമ്മ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മൾ പറഞ്ഞല്ലോ, ഹദ്ഫ് ചെയ്യാം. മറ്റേ അതിന് ശേഷമുള്ള മുദാരി ഹദ്ഫ് ചെയ്തിട്ടും ഉപയോഗിക്കാം. ലമ്മ അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. എന്നാൽ ലമ്മ അങ്ങനെ ഉപയോഗിക്കൂല എന്നുള്ളത് നോക്കണം. പിന്നെ മഹ്ലൻ എന്നുള്ള വാക്ക് ഇത് മസ്ദറുകളാണ്. ഫിഅലിന് പകരം ഉപയോഗിക്കുന്ന മസ്ദറാണ് മഹ്ലൻ. ലൈക്ക് അഫ്വൻ, ജസ്റ്റ് നോട്ട് ചെയ്തു അത്. മഹ്ലൻ അൽ മസ്ദർ النائب അനിൽ ഫിഅൽ. ഫിഅലിന് പകരമുള്ള നായിബ് എന്ന് പറഞ്ഞാൽ പകരമുള്ളത്. ഇംഹൽ, ഇംഹൽന്ന് ഉള്ള ഫിഅൽ ഉപയോഗിക്കുന്നതിന് പകരം ഉപയോഗിക്കുന്നതാണ് മഹ്ലൻ. ലൈക്ക് ഏതുപോലെ? സബ്റൻ, അഫ്വൻ ഒക്കെ പോലെ. അപ്പൊ നമുക്കിനി എന്ത് ചെയ്യാം? തമ്രീൻ വായിക്കാം.
ഓരോരുത്തരായിട്ട് വായിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അജിബ സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെ ചാപ്റ്ററിലെ അർത്ഥം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. അയിന ദഹബ ഹാറൂനും ഹാറൂനും അവന്റെ ഫ്രണ്ട്സും എവിടെ പോയെന്നല്ലേ? മത്താറിലല്ലേ പോയെ? യദ്ഹബു ഇലൽ മത്താരി ലിസ്തിഖ്ബാലി അയിന അല്ലേ? ദഹബ എന്നല്ലേ? സോറി ذهبوا إلى المطار لاستقبال رئيسهم. അതെ, ഫുൾ പറയണ? അത്ര മതി. ആ സെക്കൻഡ് വൺ ലിമ ലം യക്തുബ അലി അൽ വാജിബാത്ത്. എന്തുകൊണ്ട് എഴുതാണ്ടിരുന്നല്ലേ? എന്തുകൊണ്ട് അലി ഹോംവർക്ക് എഴുതാണ്ടിരുന്നെ? ആ ഇല്ല, ഹോംവർക്ക് ചെയ്തില്ല, അങ്ങനല്ല പറയാം. അല്ല, എന്തുകൊണ്ടാണ് എഴുതാതിരുന്നത്? ആ ലി അന്നഹു എന്നല്ല പറയണ്ടേ? ആ. ലി അന്നഹു ലം ആ, യഫ്ഹം എന്നല്ല യഫ്ഹമി അതെ. ദർസ. അഹ്സൻതി. അവന് ആ പാഠം മനസ്സിലായിട്ടില്ല എന്നാ പറയേണ്ടത്. പക്ഷെ നമ്മള് പറയുമ്പോ ലം വെച്ചിട്ട് പറയുമ്പോ ഫിഅൽ മുദാരി യൂസ് ചെയ്യുക. ലം യദ്ഹബ്, ലം യദ്ഹബ്, ലം യഫ്ഹം, അഫ്വൻ ലം യഫ്ഹം അദ്ദർസ. അവിടെ ഇൽത്തിഖാ സാക്കിനീൻ ആയതുകൊണ്ട് ലം യഫ്ഹമി ദർസ. ബാറക്കല്ലാഹു ഫീക്കും. അസ്സാലിസ മല്ലസി ലം യഫ്ഹംഹു അലി. മാ ഹുവ ഷൈഉൻ ഇല്ലേ? ഇല്ലല്ലോ, ഇല്ല. ഇല്ല. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? ആ ഉണ്ട്. സ്കെയിലുണ്ട്. ആ ആ ആ ഓക്കെ. വല്ലതി രണ്ടാലും കണക്കന്നെ. അലീന് എന്താണ് അതിൽ മനസ്സിലാകാത്തത്? ലം യഫ്ഹമിൽ ഫർഖ ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി വൽ ജുംലത്തിൽ ഫീലിയ. ലം യഫ്ഹം അലി. ഓക്കെ, അവിടെ അലി വരണല്ലേ? ഉം. ലം യഫ്ഹമിൽ അലിയു അൽ ഫർഖ ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി വൽ ജുംലത്തിൽ ഫീലിയ. അഹ്സൻത്. അല്ല അലിയൂന്ന് പറയേണ്ട ആവശ്യമില്ല. ലം യഫ്ഹം അലിയൂൻ. ആ ഓക്കെ. الرابعة أشرح المدرس. മുദരിസ് വീണ്ടും ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തു എന്നല്ലേ അതെ. ചെയ്തിനല്ലോ അല്ലേ? അതെ. نعم نعم شرح المدرس الدرس 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 مرة أخرى. അടുത്തത് ചിന്തിക്കാനാണ് പറയുന്നത്. യസ്ഹബു ലം മുന്നിൽ വന്നാൽ ലം യസ്ഹബ് എന്നാവും. അതിന്റെ മീനിങ് അറബിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ മാ ജഹബന്റെ അതേ മീനിങ് ആണ് അല്ലെ? പോയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് വരിക. അപ്പൊ അതേപോലത്തെ കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അനലൈസ് ചെയ്ത് മീനിങ് പറഞ്ഞിട്ട് അനലൈസ് ചെയ്ത് വായിച്ചു. ഇൻഷാ അല്ലാഹ്. ഇന്ന് ഞാൻ സൂക്കിൽ പോയിട്ടില്ല ഏ കേൾക്കുന്നില്ല? ഹലോ, കേൾക്കുന്നുണ്ട്. ലം ഇത് ഹർഫ് നഫീം വജസ്മിൻ വഖൽബിൻ. അദ്ഹബ് ഫിഅൽ മുളാരി മജ്സൂമുൻ ബിസ്സുകൂൻ ഫാഇൽ മുസ്തതിർ തഖ്ദിറു അന ഇല സൂഖി ജാർ വ മജ്റൂർ അൽ യൗമ വർഫ് പിന്നെ വവ മഫ്ഊലും ഫീഹി ആരാണ്? അതെ. ലം നലഅബ് കുറത്ത സലത്തി അംസി. ഇന്നലെ നമ്മള് ഇത് ബാസ്കറ്റ്ബോൾ കളിച്ചിട്ടില്ല. ലം ഫേല് ലം ഹർഫ് നസ്ബിൻ ഇത് ഹർഫ് നഫിയും വജസ്മിൻ വഖൽബിൻ. നലഅബ് ഫേൽ മുളാരി മജ്സൂമുൻ ബിസ്സുകൂൻ ഫാഇൽ മുസ്തതിർ തഖ്ദിറു അന കുറത്ത മഫ്ഊലും ബിഹി മഫ്ഊലും ബിഹി മൻസൂബുൻ ബിൽ ഫത്ഹ
വഹുവ ഉം. മുളാഫ് അസ്സല്ലത്തി മുളാഫിൻ ഇലൈഹി അംസി മഫ്ഊലുൻ ബിഹി ഇത് ഫീഹി ആ. മഫ്ഊലുൻ ഫീഹി മഫ്ഊലുൻ ഫീഹി ഉം. ഒന്നുകൂടി വായിച്ചോ ഖദീജ. ലം നഫ്ഹം ഹാദ ദർസ ജയീദൻ. ഓക്കെ, ഈ പാഠം ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ടില്ല. ഉം. ലം ഹർഫ് നഫീം വജസ്മിൻ വഖൽബിൻ. ഉം. അഫ്ഹം ഫിഅൽ മുളാരി മജ്സൂമുൻ ബിസ്സുകൂൻ ഫാഇൽ മുസ്തതിർ തഖ്ദീറുഹു നഹ്നു. ഹാദ മഫ്ഊലുൻ ബിഹി വഹുവ മുബ്ദൽ മിൻഹു അദ്ദർസ ബദൽ. ജയീദൻ ഇല്ല പറഞ്ഞില്ല. ഇല്ല. ഉം. അടുത്തത് വേറെ ആരെങ്കിലും വായിച്ചു. أردت أن أزورك البارحة ولكن أبي لم يسمح لي بالخروج ليلا. അറദ്തു ഞാൻ ഉദ്ദേശിക്കുന്നു അൻ അസൂറക്കൽ ബാരിഹത്ത് എന്ന് വെച്ചാല് എന്താണ്? അങ്ങനെ എന്താ ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് നൈറ്റ്. ഓക്കെ, ലാസ്റ്റ് നൈറ്റ് നിന്നെ സന്ദർശിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഉം. വലാക്കിന്നെ പക്ഷേ അബി എന്റെ ഉപ്പ എന്നെ അനുവദിച്ചിട്ടില്ല ബിൽ ഖുറൂജി ലൈലൻ രാത്രി പുറത്തു പോകാൻ. ഉം. അറദ്തു ഫീലു മാദി തു ഫായിൽ അൻ അസൂറക. അൻ എന്താ വരാനാണ്? ഇന്ന അതിന്റെ അപവാദ ഇല്ലല്ലോ. അന്നെ നമ്മള് പഠിച്ചിട്ടില്ലേ? ഇതില്ല മസ്ദർ അല്ലേ? മസ്ദറിന്റെ ഇതില്ല. മസ്ദരി. ഓർമ്മയില്ല. അൻ അസൂറ എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? അസിയാറ എന്നുള്ള മീനിങ്. സന്ദർശിക്കാൻ. ഇപ്പൊ സിയാറത്തിന് പകരം അസൂറ വന്നല്ല. അൻ അസൂറ എന്നുള്ള വേർഡ് വന്നു സിയാറത്തിന് പകരം. അസൂറക്ക് നസ്ബ് വന്നതാ. അന്ന് വന്നപ്പോ അതെ. നിന്നെ സന്ദർശിക്കാൻ. മഫൂലും ബിഹി. അൽ ബാരിഹത മഫൂലും ഫീഹി അല്ലേ? അതെ. വാവു ലത്ഫ് ലാക്കിന്ന അഹവാത്തു ഇന്ന. അബി ഇസ്മു ഇന്ന വഹുവ മുലാഫ് മുലാഫിലി. ലം യസ്മ ലം ഹർഫു നഫിൻ വഖൽബിൻ വജസ്മിൻ. യസ്മഹ് ഫീലു മുദാരി മജ്സൂമുൻ ബിസുകൂനി ഫായിലുഹു ضمير മുസ്തതിർ തഖ്ദീറുഹു ഹുവ. ലി ജാർ വ മജ്റൂർ ബിൽ ഖുറൂജി ജാർ വ മജ്റൂർ ലൈലൻ മഫ്ഊലുൻ ഫീഹി. ഓക്കെ, അതില് ഇന്നന്റെ വലാക്കിന്നന്റെ ഇസ്മ നമ്മള് പറഞ്ഞു. അപ്പൊ ഖബർ ഏതാണ്? ഖബർ ഇത് ജുംല ഫിലിയ ഖബർ ലം യസ്മഹ് ലി ബിൽ ഖുറൂജി ലൈലൻ. അടുത്തത് കൂടെ വായിച്ചു. ലം ആക്കുൽ ഷൈഅൻ മുൻദു യൗമൈനി. 2 ദിവസമായിട്ട് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. ലം ഹർഫു നഫീൻ വജസ്മിൻ വഖൽബിൻ. ആക്കുൽ ഫീലു മുദാരി മജ്സൂമുൻ ബിസുകൂനി ഫായിലുഹു ضمير മുസ്തതിർ തഖ്ദീറുഹു അന. ഷൈഅൻ മഫ്ഊലുൻ ബിഹി മുൻദു യൗമൈനി മുലാഫ് മുലാഫിലി. മുൻസു മുലാഫേനു ളർഫ സിൻസ് എന്തിനു മുൻസു എന്തോ പറഞ്ഞേ മുന്നേ. ലർഫല്ലേ മുൻസു? തോന്നുന്നില്ല. സിൻസ് മുതൽ അങ്ങനെ ജെറിൻ്റെതാന്ന് പറഞ്ഞത് ഓരോരോ ഓർമ്മ. നമ്മളെ എഴുതിന്. എന്നാ ഹർഫ് ജർ തന്നെ പറഞ്ഞോ. എനിക്ക് ഓർമ്മയില്ല. മുൻജു ജറന്നെ മുദാഫല്ല, പക്ഷെ ദർഫാകുന്നുള്ളത് നമ്മള് ഇതിന്റെ ദർഫാണെങ്കിൽ എന്താ മുദാഫ് മുദാഫിലേക്ക് ആവുള്ളൂ. അപ്പൊ ഹർഫ് ജർ തന്നെ ആയിരിക്കും.
വായിച്ചോ. മുൻസു യൗമൈനി ജാറും വമജറൂർ. അടുത്തതും കൂടെ വായിച്ചോ. അലം തസ്മഅൽ അദാന യാ ഹാറൂൻ ബല സമയത്തു. ഓ ഹാറൂൻ, നീ ബാങ്ക് കേട്ടിട്ടില്ലേ? ഉം ബല, അതെ, സമയത്തു, ഞാൻ കേട്ടു. ഉം ആ ഹർഫുൽ ഇസ്തിഫ്ഹാം. ലം ഹർഫു നഫിൻ വ ജസ്മിൻ വ ഖൽബിൻ. തസ്മഅ ഫീലു മുദാരി മജ്സൂമുൻ ബിസുകൂനി വ ഫായിലുഹു ضمير مستتر تقديره أنت. الآذان مفعول به. يا هارون حرف نداء منادى. بلا حرف جواب. سمعت سمع فعل ماضي تو فاعل. اوكي، بارك الله فيك. من تقرأ بعدها؟ ഞാൻ വായിക്കാം. اوكي. لم ندرس اللغة العربية في بلدنا. നദ്രിസ് ഞങ്ങൾ പഠിച്ചിട്ടില്ല. ندرسنا. എന്താ അവിടെ ഉള്ളത്? നദ്റുസി അല്ലേ? ഓക്കെ. لم درس يدرسون ആണല്ലോ ഫിഅൽ മുദാരി. ندرسي. اوكي. لم ندرس اللغة العربية في بلدنا. ഞങ്ങള് അറബിക് ലാംഗ്വേജ് ഞങ്ങളെ നാട്ടിൽ പഠിച്ചിട്ടില്ല. ലം ഹർഫ് നഫി വജസ്ം വഖൽ. പിന്നെ നദ്റുസി ഫിഅൽ മുദാരി മജ്സൂമുൻ ബിസ്സുകൂൻ. اللغة ندرس اللغة مفعول به وهو موصوف. العربية صفة. في بلدي جار ومجرور. نان الذي وهو مضاف. نان الذي مضاف إليه. لم يفتح البقال. لم يفتح البقال دكانه اليوم. ലം ഓപ്പൺ ആക്കിയിട്ടില്ല. ഗ്രോസറി അല്ല, ബക്കാലു. ബക്കാലു ദുക്കാന എന്ന് പറഞ്ഞാൽ ഗ്രോസറി ബക്കാൽ എന്ന് പറഞ്ഞാൽ ആള്. ബക്കാൽ എന്ന് പറഞ്ഞാൽ ആളാ. ഓക്കെ. ബക്കാല എന്ന് പറയുന്നത് ഞാൻ വെച്ച് ഗ്രോസറിക്ക്. ഓക്കെ. ദുക്കാന ഷോപ്പ്. അതായത് അവന്റെ ഷോപ്പ് ഇന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല. ബക്കാല ദുക്കാനുഹു, അദ്ദേഹത്തിന്റെ ഷോപ്പ് ഇന്ന് ഓപ്പൺ ആക്കിയിട്ടില്ല. അല്യോമ, ടുഡേ. ലം ഹർഫ് നഫി വജസ്മി വഖൽബിൻ. യഫ്തഹി ഫിഅൽ മുദാരി മജ്സൂമുൻ ബിസ്സുകൂൻ. അൽബഖാലു. അൽബഖാലു എന്ന് വരുമ്പോ അപ്പോ യഫ്തഹിൽ ബഖാലു ഇതല്ലല്ലോ വരാ, മഫൂലും ബിഹി അല്ലല്ലോ വരാ നേരം. എല്ലാം ഓപ്പൺ ആക്കുന്ന ആളല്ലേ ബക്കാൽ. ഓക്കെ. ഫായില്. ഓക്കെ. ദുക്കാന എന്നുള്ളതാണ് മഫൂലും ബിഹി വഹുവ മുദാഫ്. ഹു എന്നുള്ളത് മുദാഫുൻ ഇലൈഹി. അൽ യൗമ ദർഫ്. ഒന്നുകൂടി വായിക്കോ. ഓക്കെ. ലം അശ്റബിൽ ഖഹ്വത ബഅദ സ്വലാത്തിൽ ഫജ്രിൽ യൗമ. ഞാന് കോഫി കുടിച്ചിട്ടില്ല ഫജ്ർ നമസ്കാരത്തിന് ശേഷം. ടുഡേ. لم حرف النفي وجزم وقلب. أشرب فعل مضارع مجزوم بالسكون. القهوة مفعول به. بعد الصلاة ظرف مضاف إليه. صلاة الفجر again مضاف إليه അല്ലേ. അതെ. പിന്നെ اليوم ظرف. أحسنت. غسلت. വേറൊരാൾ വായിച്ചോ. ഒരാൾ ഒന്നും കൂടി വായിച്ചാൽ, അല്ല ഞാൻ വായിക്കാം. അടുത്ത വേറൊരാൾ വായിച്ചു. നെക്സ്റ്റ് തമ്പി. ഗസൽത്തുൽ മനാദീല വലം അഗ്സിലിൽ ഖുംസാൻ. ഞാന് ടവൽസ് കഴുകി. വലം അഗ്സിൽ അൽ ഖുംസാൻ. ഷർട്ട്സ് എന്ത് ചെയ്തില്ല, കഴുകിയില്ല. غسلت المناديل. غسل فعل ماضي تو فاعل. مناديل مفعول به. ولم أغسل. لم حرف نفي وجزم وقلب. أغسل فعل مضارع مجزوم بالسكون. فاعله ضمير مستتر تقديره أنا. القمصان مفعول به.
ഓക്കെ, ബറക്കല്ലാഹു ഫീക. ഇതില് മുൻജുവിൻ്റെതില്ലേ, ഞാൻ ഇപ്പൊ നോക്കി. മുൻജുവിന് ശേഷം വരുന്ന ആള് എന്താണെന്നനുസരിച്ചിട്ട് അതിന്റെ അറാബിൽ സ്ഥാനം മാറും. മുൻജുവിന് ശേഷം ഒരു ഒരു നോർമൽ ഇസ്മ മാത്രമാണെങ്കിൽ, അതാ നമ്മൾ പഠിച്ചത്. ഒരു ഇസ്മ മാത്രമാണെങ്കിൽ, ഒരു കെലിമ മാത്രമാണെങ്കിൽ അത് ഹർഫുജറാണ്. ഹർഫുജറും ഇസ്മ മജ്റൂർ ആണെന്നാണ് പറയാം. മുൻജുവിന് ശേഷം ഒരു സെന്റൻസ് ആണെങ്കിൽ ചിലപ്പോ അങ്ങനെ പറയും. ഇപ്പൊ മാ റഅയ്തുഹു മുൻസു ദഹബ ഇലാ ഇല സൗദിയ. അവൻ സൗദിയിലേക്ക് പോയതിനു ശേഷം ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പറയൂലേ. അപ്പൊ പോയത് മുതൽ ഞാൻ കണ്ടിട്ടില്ല. മുൻസു ദഹബ, അവിടെ സെന്റൻസ് ആണ് പറയുന്നത് മുൻസുവിന് ശേഷം. അങ്ങനെ സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ അത് ലർഫാണ്. അതിനെ ലർഫായിട്ടാണ് പരിഗണിക്കുക. മുൻസു എന്നുള്ളത് മബിനിയാണ്. ഹാദ ഹാദിഹി എല്ലാം പറയുന്നത് പോലെ എപ്പോഴും ദമ്മ തന്നെ ഉണ്ടാവുള്ളൂ, അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതിന്റെ ശേഷമുള്ള ആള് ഇത് എന്തായാലും മജ്റൂറാണ്. ദർഫായാലും മജ്റൂറാണ്, ഹർഫ് ജറായാലും മജ്റൂറാണ്. പക്ഷെ ശേഷം വരുന്ന കെലിമ ഒരു ഇസ്മ മാത്രമാണെങ്കിൽ അത് ഹർഫ് ജർ എന്ന് നമ്മൾ പറയും. ബറക്കല്ലാഹു ഫീക്കും. അജീബ് അനിൽ അസ്ഇലത്തിൽ ആതിയ ബിന്നഫി മുസ്തഅമിലൻ ലം. താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്ത് യൂസ് ചെയ്തുകൊണ്ട്, ലം വെച്ചിട്ട് യൂസ് ചെയ്തിട്ട്. ഇത് ആൻസർ ഇല്ല എന്നുള്ള ആൻസർ ആണ് പറയേണ്ടത്. അദറസ്ത ലുഗത്തൽ അറബിയ്യത ഫീ ബലദിക്. എങ്ങനെ ആൻസർ പറയാ? അദറസ്ത, നീ പഠിച്ചോ, അൽ ലുഗത്തൽ അറബിയ്യത ഫീ ബലദിക്, എന്റെ നാട്ടില് അറബി പഠിച്ചോ. ലാ മാ ദറസ്തു അല്ലരാ, നമ്മള് ലം വെച്ചിട്ടാ പറയേണ്ടത്. ഓ ലം. ഓക്കെ ഓക്കെ. അന്നേരം ലം ഞാനിത് ദറസ്തു പഠിച്ചിട്ടില്ല. ലം ദർ ലം 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 അദ്റുസ് ലം ആ അദ്റുസ. പക്ഷെ ചോദിച്ചത് ഇങ്ങനെ മാളിയില്. അതെ, ചോദിച്ചത് മാതിയിലാണ്. പക്ഷെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്താമിലൻ ലം. ലം വെക്കുന്നേരം മുതാരി പറയണല്ലേ. ലം അത് അദ്റുസ്. മാദിയിലേക്ക് മാറുന്നോണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നോർമലി അങ്ങനെ തന്നെയാണ്. ലം അദ്റുസ് എന്ന് പറയുന്നത് നമ്മൾ മാദിക്കാണല്ലോ ഉപയോഗിക്കുന്നത്. മാദിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാലും അത് തന്നെ പറയാം. മാദറസ്തു പറയാം, രണ്ടും സെയിം മീനിങ് തന്നെയാണ്. ഇവിടെ നമ്മളോട് ലം ഉപയോഗിച്ച് പറയണം എന്ന് പറയുന്നു. ഓക്കെ. ലം അദ്റുസ് ഇങ്ങനെ പറയാം. ലുഗത്തുൽ അറബിയ്യത ഫീ ബലദി. അതെ, ലം അദ്റുസിൽ ലുഗത്തുൽ അറബിയ്യത ഫീ ബലദി. അദ്റുസ് എന്നുള്ളത് അല്ലുഗത്ത വരുന്നത് കൊണ്ട് അദ്റുസി എന്നാവും. അടുത്തത് അകസർത നളാറത്തുൽ ഹസൻ യാ ഹാറൂൻ. ലം അക്സുർ. ലം അക്സുർ നദാറത്തുൽ. അവിടെ ലം കസറ യക്സിറു യക്സിറു. ലം അക്സിർ. അവിടെ അലിഫ് ലാം ഇല്ലാത്തത് കൊണ്ട് അക്സിർ തന്നെ ചേർത്ത് വായിക്കേണ്ട ആവശ്യമില്ല. അക്സിർ നദാറത്തുൽ. നദാറ ഇത് കന്നഡ അല്ലേനോ? കന്നഡ. ഹസന്റെ കന്നഡ ഞാൻ പൊട്ടിച്ചിട്ടില്ല. അൽ ഹസന ഒരാളാണ്. അങ്ങനെ അദ്ഹബ്തും ഇലൽ മത്ഹഫ് ഇലൽ മുത്ഹഫി യാ ഇഖ്വാൻ. നിങ്ങള് മ്യൂസിയത്തിലേക്ക് പോയിനോ യോ ബ്രദേഴ്സ്? ലം യസ്ഹബു. ലം നാല് വരെ നമ്മൾ ലം നദ്ഹബ്. ലം നദ്ഹബ് ഇലൽ മുത്ഹഫ്. അത്ര ലം നദ്ഹബ് ഇലൽ മുത്ഹഫ്. أدخلت المكتبة الجديدة يا سلمى. നീ മക്തബൽ ജദീദ് ന്യൂ ലൈബ്രറിയിലേക്ക് പോയിനോ അല്ലേ?
പ്രവേശിച്ചു. കയറിയോ പ്രവേശിച്ചു. ഓക്കെ, അപ്പോ സൽമ നോർമലി തന്നെ ലം അദ്ഖുൽ അവിടെ അലിഫ്ലാം ഉണ്ട്. അപ്പൊ ലം അദ്ഖുലിൽ മക്തബത്തൽ ജദീദത. ഓക്കെ, ലം അദ്ഖുലിൽ മക്തബത്തൽ ജദീദ. അസഅലകൽ മുദീറു അന്നി. ഓക്കെ, മുദീർ കുറിച്ച് നിന്നോട് ചോദിച്ചോ? മുദീർ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചിട്ടുണ്ടോ? എങ്ങനെ പറയും? ലം യസ് അൽ. യെസ് അല്ല, ലം യസ് അവൻ ചോദിച്ചിട്ടില്ല. ലം യസ് അൽ എന്നോട്. യസ് അൽ നീ. നഅം, ബറകല്ലാഹു ഫീക്. ലം നഅം എന്താ ആൻസർ എന്താ പറയുക? ലം യസ് അൽ നീ. ലം യസ് അൽ നീ അൽ മുദീറു അൻക. അൻക നിന്നെ കുറിച്ച്. അൽ മുദീറു അൻക നിന്നെ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടില്ല. അഫതഹ്ത നാഫിദത ഗുർഫത്തിൽ മുദീർ യാ വലദ്. ഒരു മുദീറിന്റെ റൂമിലെ ഡോറ് നീ ആണോ തുറന്നത്? നാഫിദത ഗുർഫത്തിൽ മുദീർ, അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്. അജീബ് അനിൽ അസ്ഇലത്തിൽ. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതിക്കോട്ടാ, നല്ലൊരു തംരീനാണ്. അജീബ് അനിൽ അസ്ഇലത്തിൽ ആതിയ ബിന്നഫി മുസ്തഅമിലൻ ലമ്മ. ഇനി ലമ്മ വെച്ചിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. നേരത്തെ ലമ്മ വെച്ചിട്ടായിരുന്നു ആൻസർ ചെയ്തിട്ട്. ലമ്മ എന്താ വ്യത്യാസം പറഞ്ഞത്? ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥത്തിലുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത്. ഓക്കെ, ലമ്മ അക്തുബ്, അവിടെ ഒരു ഉദാഹരണം ആദ്യം കൊടുത്തിട്ടുണ്ട്. ലം അക്തുബ് ബഅദു മഅനാഹുമ മാ കതബ്തു ഇലൽ ആൻ. രണ്ടിന്റെ അർത്ഥം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇലൽ ആൻ ഹത്തൽ ആൻ എന്നുള്ള അർത്ഥമാണ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എഴുതിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ലമ്മ യൂസ് ചെയ്യുക. അഫഹിംത ദർസ യാ സൈനബ്. ഈ ലാസ്റ്റ് റെഡിൽ എഴുതിയതും കൂടി ഒന്ന് വായിക്കാം. യജൂസു ഹദ്ഫു മൻഫി ലമ്മ. യജൂസു ജായിസാണ്. ഹദ്ഫ് ഒഴിവാക്കൽ. മൻഫി ലമ്മ, ലമ്മയുടെ മൻഫീനെ, അതായത് നമുക്ക് ശേഷം വരുന്ന മൻഫീനെ മീൻസ് ഫിഅൽ മുദാരിനെ. ഫയുംകിനുൽ ഇക്തിഫാഉ ബിലമ്മ. അപ്പൊ നമുക്ക് ലമ്മ കൊണ്ട് മതിയാകും, ലമ്മ തന്നെ മതിയാകും. ഫഖത്ത് ലമ്മ മാത്രം മതിയാകും. ഫി ജവാബി അറജഅ അബൂക പോലെയുള്ള ചോദ്യങ്ങളിൽ ചിലപ്പോൾ ലമ്മ മാത്രം പറഞ്ഞാലും മതിയാകും. അതായത് അതിന് ശേഷമുള്ള മൻഫിയായ ഫിഅൽ മുദാരിനെ എന്ത് ചെയ്യാം? ഒഴിവാക്കൽ ജായിസാണ്. ഓക്കെ, അഫഹിംത ദർസ യാ സൈനബ്. ആൻസർ എങ്ങനെ പറയും? ഫഹിംതി അല്ലാരാ? ഫഹിംതി, അഹ്സൻതി. അഫഹിംതി ദർസ യാ സൈനബ്. لما أفهم لما أفهم الدرس يا أستاذ. ليه أرجع أبوك من دمشق يا عمر. ദമാസ്കസ് വന്നു പറയും. ലമ്മ മാത്രം മതി എന്ന് പറയുന്നത് ലാസ്റ്റ് ഒരു അബി മിൻ ദിമഷ്ക. ലമ്മ يرجع أبي من دمشق. أوكي. أدخل المدرس الفصل. مدرس العسكري. لما يدخل. لما نكتب الواجبات. لما نكتب الواجبات يا أستاذ. أقرأنا الدرس الرابع. عنده شيء.
നമ്മൾ എഴുതണോ നിങ്ങൾ എഴുതണോന്നാ? ഇല്ല, പറ. വായിക്കണോ, സോറി. ഞങ്ങള് 4th ചാപ്റ്റർ വായിക്കണോ? അല്ല, ആ ഖറഅന എന്ന് പറയുമ്പോ വായിച്ചോ നോക്കട്ടെ, എന്നല്ലേ? നമ്മൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? അപ്പൊ ഖറഅന മീൻസ് ഞങ്ങൾ വായിച്ചു. ഖറഅന ആ വെച്ചിനെ വായിച്ചു എന്നല്ലേ അല്ലേ? അതെ. വായിച്ചോന്നല്ലേ? അല്ല, നമ്മളിനോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കോ? അതാ. അപ്പൊ ശരിക്കും നമ്മൾ വായിക്കണോന്ന് ചോദിക്കുമ്പോ എങ്ങനെ പറയാ? എനിക്ക് തോന്നുന്നു ഖറഅന എന്നാണോ? അവർ കുറച്ച് സ്ത്രീകൾ വായിച്ചു എന്നുള്ള അർത്ഥത്തിലേറ്റം. അവർ വായിച്ചിട്ടില്ല എന്നങ്ങനെ അറിയും. ലം അവരല്ലേ? നിങ്ങളതിൽ എന്താ ഉള്ളത്? സ്ത്രീകളാ? സെയിം തന്നെയാണ് ഉള്ളത്, ടെക്സ്റ്റ് സെയിം. സെയിം. എന്നാ പിന്നെ നമ്മൾ വായിച്ചിട്ടില്ല എന്ന് തന്നെ അർത്ഥം പറഞ്ഞോ. ആ ഖറഅന നമ്മൾ വായിച്ചോ എന്നാണ് ചോദ്യം. ആൻസർ നമ്മൾ വായിച്ചിട്ടില്ല എന്ന്. ലമ്മാ നഖറ. ഇദ്ദർസ റാബിയ. അതെ, ലമ്മാ നഖറ ഇദ്ദർസ ദർസ റാബി. അതെ. അഗസൽത ഖുംസാനി യാ ഉമ്മി. ലമ്മ യഗ്സിൽ അല്ല, ലമ്മ യഗ്സിൽ അല്ലല്ലോ പറയാന്. അഗസൽത അഗ്സിൽ ലമ്മ അഗ്സിൽ കുംസാനക എന്ന് പറയാ. ലമ്മ അഗ്സിൽ കുംസാനക. അതെ, ലമ്മ അഗ്സിൽ കുംസാനക്കി അല്ലേ? ഉമ്മാനോടല്ലോ. സോറി, അല്ല, ചോദിക്കുന്ന ആളെന്താന്ന് നമുക്കറിയില്ല. ബോയ് ആണോ ഗേൾ ആണോ ചോദിക്കുന്നത് അറിയില്ലല്ലോ. ചോദിക്കുന്ന ആളുടെ കുംസാനല്ലേ? രണ്ടും ആണെങ്കിൽ ഷർട്ട് അല്ലേ, അപ്പൊ ആണായിരിക്കൂലേ? ശരിയാണ്. മാഷാ അല്ലാ, ഒബ്സർവേഷൻ. أذهب زميلك إلى الطائف يا علي. എന്റെ കൊളീഗ് ത്വായിഫിലേക്ക് പോയോ അല്ലേ? ലമ്മ യദ്ഹബ് زميلي الطائفي. لما يذهب. ഇതൊക്കെ തന്നെ ഇനി പോകും അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ലമ്മ യൂസ് ചെയ്യുന്നത്. ഓർമ്മിക്കുന്നത്. ينبه المدرس الطلاب بضرورة استعمال لما بدلا من الكلمة العامية لسه. ലിസാന്ന് ആമികൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് സംസാരത്തില് അറബികള് ലിസ എന്ന് പറയും. അവിടെ അതിന് പകരമാണ് ലമ്മ യൂസ് ചെയ്യുന്നത്. നോർമലി ലമ്മ യൂസ് ചെയ്യാം. ഫി ജവാബ് കതബ്തുമുൽ വാജിബ് ലമ്മ, ഇല്ല എന്ന് പറയാം. ഫി വാജിബ് അറന്നൽ ദർസ് അറന്നൽ ജറസ് ലമ്മ, അങ്ങനെ പറയാം. തഅമ്മൽ അലാമാത്ത് ഇഅറാബിൽ മുദാരി അൽ മജ്സൂം. ഇത് ഫിഅൽ മുദാരി മജ്സൂം ആകുമ്പോ വരുന്ന വ്യത്യാസങ്ങൾ നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ ഒന്ന് ഇതാക്കി കൊടുത്തു എന്നേ ഉള്ളൂ. അലാമത്തുർ റഫ് അദ്ദമ്മ, അലാമത്തുൽ ജസ്ം അസ്സുകൂൻ. ഏതെല്ലാം? ആദ്യത്തെ NETT എന്ന് പറയുന്ന കാറ്റഗറി അല്ലേ? യദ്ഹബു, തദ്ഹബു, തദ്ഹബു, അദ്ഹബു, നദ്ഹബു. ഇതിലൊക്കെ റഫിന്റെ അടയാളം ദമ്മാണ്. അലാമത്തുൽ ജസ്മി അസ്സുകൂൻ. രണ്ടാമത്തെ കാറ്റഗറി അതെ, രണ്ടാമത്തെ. ഒരു മിനിറ്റ്, ഇത് സെയിം അത് തന്നെ ഈ ഭാഗം. ഇതിപ്പുറത്തതാ? ഇത് അലാമത്തുൽ ജസ്മ് അസുക്കൂൻ സെയിം NETT വിഭാഗം തന്നെ. ഇത് രണ്ടും 5 എണ്ണം. യദ്ഹബു, തദ്ഹബു, തദ്ഹബു, അദ്ഹബു, നദ്ഹബു. അതേ സാധനം. അതിന്റെ എല്ലാം അലാമത്തുൽ ജസ്മ് എന്താണ്? സുക്കൂനാണ് അല്ലെ? കാരണം അലാമത്തുൽ ഇറാബ് ഹറക്കയാണ്. രണ്ടാമത്തെ വിഭാഗം ആനി ഊന ഒക്കെ വരുന്ന വിഭാഗം, അവർക്ക് അലാമത്തുൽ റഫ് സുബൂത്തുൻ നൂൻ, അലാമത്തുൽ ജസ്ം ഹസ്ഫുൻ നൂൻ.
അലാമത്തുൽ റഫ്ഇ സുബൂത്തുൻ നൂൻ, അലാമത്തുൽ ജസ്മി ഹദ്ഫുൻ നൂൻ. മൂന്നാമത്തത് മബ്നിൻ അല സുക്കൂൻ, അൽ ഫിഅലു മബ്നിൻ അല സുക്കൂൻ. ഹുന്ന യദ്ഹബന, ഹുന്ന ലം യദ്ഹബന. അത് മബ്നി അല സുക്കൂൻ ആയതുകൊണ്ട് തന്നെ അവിടെ റഫ്ഇ ജസ്മ എന്ന് പറയണ്ട, എങ്ങനെ ആയാലും അങ്ങനെ തന്നെ. ഇത് ക്ലിയർ അല്ലേ? ഓൾറെഡി അത് ബേസ് വെച്ച് പറഞ്ഞത് കൊണ്ട് സ്റ്റാർട്ടിങ്ങില് മുതാരി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അദ്ഖിൽ ലമ്മ അലൽ അഫ്വൻ അദ്ഖിൽ ലം അലൽ അഫ്ആലിൽ ആതിയ. താഴെയുള്ള ഫിഅലുകളിൽ ലം എൻട്രി ലം ചേർത്തിട്ട് വായിക്കാൻ. വായിച്ചു. ലം വെച്ചിട്ട് എങ്ങനെ വായിക്കാം? ജസ്റ്റ് സെന്റൻസ് ഒന്നും ആക്കണ്ട, ഈ ഫിഅലുകളുടെ മുന്നിൽ ലം വെക്കാം. ലം لم أذهب ആ ലം لم യസ്ഹബു يذهبوا ഉം لم يذهبنا അതെ. لم يذهبنا ഉം لم تذهبي ലം തദ്ഹബീന്റെ അർത്ഥം എന്താണ്? നീ പോയിട്ടില്ല, ഫീമെയിൽ അല്ലേ? അതെ, നീ പോയിട്ടില്ല. അഹ്സൻതി. لم تذهب لم تذهبوا لم ഉം نذهب ഉം لم تذهبنا അതെ, لم يذهب. അഹ്സൻതി. ബാറക് അല്ലാഹു ഫീക്. ജസാക്കല്ലാഹു ഖൈറ. ഇത് നമുക്ക് വായിക്കാല്ലേ, ഇതും കൂടി വായിക്കാല്ലേ ഇൻഷാ അല്ലാഹ്. أكمل الجملة الآتية الجمل الآتية بوضع أفعال مناسبة في الأماكن الخالية. ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാച്ച് ആയിട്ടുള്ള ഫെയിലുകൾ ചേർക്കാൻ. നേരത്തെ ഇത്ര നേരം യദ്ഹബ് വെച്ചിട്ട് തന്നെ പല രൂപത്തിലെ ലമ്മും ലമ്മ ഒക്കെ ചേർത്തിട്ട് തന്നെ പറയായിരുന്നു. ഇനി ഇവിടെ ഇതിന് സെന്റൻസിന് മാച്ച് ആയിട്ടുള്ള ഫെയില് ചേർത്തിട്ട് പറയാം. അലം ഡാഷ് അൽ-ലുഗത്തുൽ അറബിയ്യ ഫീ ബലദിക യാ അഖി. എന്ത് പറയും? ലം തദ്റുസ് തദ്റുസി. അലം അഖിനോടാ ചോദിക്കുന്നത്. അപ്പൊ അലം നീ പഠിച്ചിട്ടില്ലേ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പൊ അലം തദ്റുസ് അൽ-ലുഗത്തുള്ളതുകൊണ്ട് അലം തദ്റുസിൽ ലുഗത്തുൽ അറബ്. അസാനിയ വായിച്ചോ, വായിച്ചിട്ട് അർത്ഥം പറഞ്ഞോ, എന്നിട്ട് ആൻസറും പറഞ്ഞു. من كسر هذه المرآة يا علي؟ لا أدري أنا لم അക്സുർ أكسر. അക്സിർഹാ. അക്സിർ. الثالثة أخرج الطلاب من الفصل يا حامد؟ ലാ ലം യഖ്റുജു അല്ലേ? أحسنتم. الطلاب ആണ് അല്ലേ, അവര് ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയോ എന്നാണ് ചോദ്യം. അപ്പൊ ലം യഖ്റുജു, ലാ ലം യഖ്റുജു. قالت المدرسة للمديرة إن هؤلاء الطالبات لم داش الواجبات. ഈ വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്തിട്ടില്ല? ഹോംവർക്ക് എഴുതിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. ലം യക്തുബ്ന അതെ, ലം യക്തുബ്ന. ലം യക്തുബ്ന. نذهب لم نذهب نحن ആണ്. فلم نذهب إلى حديقة الحيوانات أمس. كنست أختي غرفتها ولم داش غرفتي. فلم لا تكنس. അതെ, അവള് ചെയ്തിട്ടില്ല, അവള് ക്ലീൻ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം. യക്നിസു എന്നല്ല, യക്നിസു ആണ് ഫിഅല്. ഇവിടെ ഉക്തി ആയതുകൊണ്ട് തക്നിസു. വലം തക്നിസ് ഗുർഫതി. ലിമ ലം ഡാഷ് അൽ ഫവാകിഹ യാ സാദതു. എന്താണ് നിങ്ങൾ ഫ്രൂട്ട്സ്
കഴിക്കാത്തത്. കഴിക്കാത്ത. ഓക്കെ. തക്കുലില്ലേ? തഅക്കുൽ. ലിമ ലം തഅക്കുൽ. تأكل تأكل الفواكه. يا سلمى، ألم داش معنى هذه الكلمة؟ درس لا ألم تفهمي അല്ലേ? അതെ. സൽമ, നിനക്ക് മനസ്സിലായോ അല്ലെങ്കിൽ നിനക്ക് അറിയുമോ? അങ്ങനെ എഴുതാമല്ലേ? യാ സൽമ മനസ്സിലായിട്ടില്ലേ എന്നാണ്. അലം അലം. ഓക്കെ. അലം തഫ്ഹമി. അലം തഫ്ഹമി മഅന ഹാദിഹിൽ കലിമ. തഫ്ഹമീന എന്നുള്ള വാക്കിന്റെ ഹസ്ഫുൻ. റന്നൽ ജർസു ജറസു അൽ ആൻ ولما داش المدرسون من الفصول. ബെല്ലടിച്ചു, പക്ഷേ വലമ്മ ഏറ് പോയില്ല. പുറത്തേക്ക് പോയില്ല. മുദരിസൂന ഉണ്ട്. അപ്പൊ യഹ്റുജു അല്ല, യഹ്റുജന്നെ അൽ മുദരിസൂന അല്ലേ വരുന്നത്? ഇപ്പറല്ലേ വരുന്നത്? യഹ്റുജി അല്ലേ? യഹ്റുജി അതിപ്പുറത്തല്ലേ? ജുംല ഫിഅലിയായിട്ടല്ലേ വരുന്നത്? അതെ അതെ അതെ. അൽ മുദരിസൂന പറഞ്ഞിട്ടാണ് പറയുന്നതെങ്കിൽ ലമ്മ യഖ്റുജു എന്ന് പറയും അല്ലേ? അവിടെ ലമ്മ യഖ്റുജ്, അവിടെ അൽ മുദരിസ് ലമ്മ യഖ്റുജി ഇൽതിഖാഉ സാക്കിനൈൻ ഉള്ളതുകൊണ്ട്. ലിമ ലം ഡാഷ് അന്നവാഫിദ യാ ബനാത്ത്. ലിമ ലം യാ ബനാത്ത്. يفتح رجع الوزير من لندن. ഓക്കെ, അൽഹംദുലില്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് എന്താണ്? മുബ്തദ ഖബർ. സിമ്പിൾ ആണ്. മുബ്തദയും ഖബറും അതാ ജുംല ഇസ്മിയന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഹോംവർക്ക് ആയിട്ട് ചെയ്ത മുബ്തദ ബ്ലൂയിങ് കൊണ്ടും ഖബർ റെഡിങ് കൊണ്ടും മാർക്ക് ചെയ്യാനാ പറയുന്നത്. അത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. മയ്യിസ് അൽ ജുംലത്തുൽ ഇസ്മിയ മിനൽ ജുംലത്തുൽ ഫഅലിയ. ഇതിൽ ജുംല ഇസ്മിയ ഫഅലിയ വേർതിരിക്കാൻ, അതും ടെക്സ്റ്റിൽ തന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ ഇൻഷാ അല്ലാഹ്. പത്താമത്തതും അയ്യിൻ അൽ ഇസ്മ വൽ ഫിഅല വൽ ഹർഫ ഫീമാ യലി. ഇതും ഇസ്മ ഏതാണ്, ഇതിലുള്ള ഇസ്മുകള് ഫിഅലുകള് ഹർഫുകൾ സെപ്പറേറ്റ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്. 10 തംറീനാണ് കംപ്ലീറ്റ് ചെയ്തത്. 11ാമത്തത് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കും. അതുവരെയുള്ള നിങ്ങൾ നോക്കണേ. സിമ്പിൾ ആയതുകൊണ്ടാണ് വായിക്കാത്തത്. ക്ലാസ്സിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വായിക്കാൻ പറയാം ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله. وعليكم السلام ورحمة الله وبركاته. وبركاته. جزاك الله خير.